Good afternoon. Good afternoon. എല്ലാരും ഭക്ഷണം കഴിച്ചോ? ഇല്ല അല്ലേ? ഭക്ഷണം കഴിച്ചോ എല്ലാരും? No. ഒന്നും തന്നില്ല വീട്ടിൽ അമ്മ? ഇല്ല അല്ലേ? പാവങ്ങളല്ലേ? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചോളൂ. ഹിന്ദിയാണോ എടുക്കുന്നത്? ഹിന്ദി അല്ലേ ഇപ്പൊ? അല്ല, ജികെ. ടൈം ടേബിൾ മാറ്റിയില്ലേ മോനെ? ഹിന്ദിയാ. ഇപ്പൊ ടൈം ടേബിൾ രണ്ടാമത് മാറ്റിയില്ലേ? അതിലിപ്പോ ഹിന്ദിയാണ്. സാരമില്ല എഡ്വിൻ, അവിടെ തന്നെ ഒന്ന് ബുക്ക് എടുത്ത് വെച്ചുതരാൻ പറ അമ്മയോട്. ടൈം ടേബിൾ മാറ്റി തന്നില്ലേ നിങ്ങൾക്ക്? Yes. എല്ലാവരും എടുത്തു വെച്ചോളൂ. എല്ലാരും റെഡിയാണോ? ജികെ ബുക്ക് മാറ്റി വെച്ച് ഹിന്ദി ബുക്ക് എടുത്ത് വെച്ചോ. ടൈംടേബിൾ മാറി ഓർമ്മയില്ല. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ലെസൺ കഴിഞ്ഞു അല്ലേ? രണ്ടാമത്തെ ലെസൺ നമ്മൾക്ക് എടുക്കാന്ന് പറഞ്ഞു അല്ലേ? എന്താ രണ്ടാമത്തെ ലെസന്റെ പേര്? ഒന്ന് വായിച്ചു നോക്കിയേ, കിട്ടുന്നുണ്ടോ നോക്കാലോ. വായിക്കാൻ കിട്ടുന്നില്ല? ബോൾത്തി ഗുഫ. ബോൾത്തി ഗുഫ. ഗുഫ. ബോൾത്തി ഗുഫ എന്ന് എന്താ? സംസാരിക്കുന്ന ഗുഹ. കേവ്. ഒരു കഥയാണിത്. ബോൾത്തി ഗുഫ. നല്ലൊരു കഥ കേൾക്കാം നമുക്ക്. ഉച്ച സമയല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടല്ലേ? ഇഷ്ടമില്ലാത്തവരുണ്ടോ? എന്നാ കഥ പറയുന്നില്ല മിസ്. എല്ലാവർക്കും ഇഷ്ടാണ്? കഥ വേണല്ലേ? ഉറക്കം വരുമോ? ഉറങ്ങുമ്പോ മിസ് വിളിച്ചോളാം. ഉറങ്ങുമ്പോ മിസ് വിളിക്കുവേ. ഉറങ്ങല്ലാന്ന് പറയാ. ബോൾത്തി ഗുഫ. എന്താ വായിക്കണ്ട ലെസന്റെ പേര്? ബോൾത്തി ഗുഫ. ഗുഹ പറഞ്ഞാൽ കേവ് അല്ലേ? സംസാരിക്കുന്ന ഗുഹ. നമുക്കൊന്ന് സംസാരിക്കുന്ന ഗുഹയുടെ അടുത്ത് പോയാലോ?
മിസ് പോകുന്നുണ്ട്, നിങ്ങൾ വരാൻ റെഡിയാണോ? മിസ് റെഡിയാണ്. നിങ്ങൾ വരുന്നുണ്ടോ? വരുന്നുണ്ടല്ലേ? എത്ര പേരുണ്ടോക്കട്ടെ മിസ്സിന്റെ കൂടെ? ഗുഹ കാണാൻ വേണ്ടിട്ട്, കേവ് കാണാൻ വേണ്ടി. ഉണ്ടല്ലേ? അപ്പൊ ഇപ്പൊ കൊണ്ടുപോകാവേ മിസ്. റെഡി ആയിട്ട് ഇരിക്കണേ. റെഡിയല്ലേ? അപ്പൊ മിസ് പറഞ്ഞുതരാം. बोलती गुफा, स्पीकिंग केव. പാഠക പരിചയം. ആ പാഠം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. പാഠം പരിചയപ്പെടുത്തുകയാണ്. इस पाठ में शेर और सियार की कहानी के द्वारा लेखक ने बताया है कि बुद्धि बल से श्रेष्ठ होती है. ഈ പാഠത്തിലൂടെ ഒരു സിംഹവും കുറുക്കനുണ്ട്. ഈ പാഠത്തില്, ഈ കഥയിൽ ആരൊക്കെയുണ്ട്? ഒരു സിംഹമുണ്ട്, ഒരു കുറുക്കനുണ്ട്. നിങ്ങൾക്ക് ആരെയാണ് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? സിംഹത്തിനെയാണോ കുറുക്കനെയാണോ? ഏറ്റവും കൂടുതൽ ഏതിനെ ഇഷ്ടം? സിംഹത്തിനെയാണല്ലേ? ആഹാ. എഡ്വിൻ, ഏതിനും ഇഷ്ടമില്ല. എഡ്വിൻ ഒന്നും വേണ്ടതില്ല. സിംഹം ഇഷ്ടം? സിംഹം നിന്റെ മുന്നിൽ വന്നാൽ നീ എന്ത് ചെയ്യും? പേടിച്ചോടും അല്ലേ? നല്ല ഇഷ്ടമാണ്, പക്ഷെ സിംഹം മുന്നിൽ വന്നാല് പേടിച്ചോടും. മിസ്സും പേടിച്ചോടും. എന്താണ്? Good afternoon. Second lesson, बोलती गुफा. Good afternoon. നോക്കുക. അപ്പൊ ഈ പാഠത്തിലൂടെ രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഈ കഥയിൽ. ആരൊക്കെയാണ്? കുറുക്കനും സിംഹവും ഉണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എന്താണ്? ബുദ്ധിയാണ് ഇതിൽ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ബുദ്ധിയിലൂടെ രക്ഷ നേടുക. നമ്മൾക്ക് എല്ലാവർക്കും ബുദ്ധിയില്ലേ? ബുദ്ധി ഉണ്ടല്ലേ? ബുദ്ധി അല്ലേ? पाठ का शुद्ध पठन करवाना तथा अपनी बुद्धि से समस्या को सुलझाने को प्रेरणा. എന്താ ഇതിന്റെ ലക്ഷ്യം? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിച്ചാല് നമുക്ക് എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റും. ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. എന്താണ്? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നീങ്ങണം. ബുദ്ധി ഉപയോഗിച്ച് നീങ്ങിയാല് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റും. ആസിയ, വീഡിയോ ഒന്ന് ഓഫ് ചെയ്യണ്ട. അപ്പൊ നോക്കുക, രണ്ടാമത്തെ ലെസൺ മിസ് വായിക്കുന്നുണ്ട്. എല്ലാവരും ആ ലെസൺ എടുത്തു വെക്കണേ. ജോമൽ ജ്വൽ മിസ് വായിക്കുന്നത് കേൾക്കണേ, ശ്രദ്ധിക്കണം. കിസി ജംഗൽ മേ एक शेर रहता था. ടോഷിന് ഇത്രയും സമയമായിട്ട് ഒന്നും സമയം കിട്ടിയില്ലെന്ന് തോന്നുന്നുണ്ട്. ക്ലാസ്സിന്റെ ഇടയിലാണ്. ഫുഡ് കഴിക്കാൻ അല്ല, ദാഹം കൊണ്ട് രക്ഷയില്ല അല്ലെ? കിസി ജംഗൽ മേ ഏക് ഷേർ രഹ്താ ഥാ. ഏക് ദിൻ. മിസ് വായിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസിനെ ശ്രദ്ധിക്കണം. വിശക്കുന്നുണ്ടാവും അല്ലേ? സാരില്ല, ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചു. കിസി ജംഗൽ മേ ഏക് ഷേർ രഹ്താ ഥാ. സന, ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ലെസൺ എടുത്തേ. സന മൻസൂർ, സെക്കൻഡ് ചാപ്റ്റർ, ബോൽത്തി ഗുഫ. യെസ്. ഇനി നോക്കണേ വായിക്കുന്നത്.
എന്താണ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ക്ലാസ്സിൽ കയറാഞ്ഞേ. ഓക്കെ ഓക്കെ. യൂട്യൂബ് ക്ലാസ് കാണണേ. ഏത് ക്ലാസ് കയറില്ലെങ്കിലും ലിങ്ക് പിന്നീടായിട്ടും വൈകിട്ടായിട്ടും ലിങ്ക് അയച്ചു തരും. അതൊന്ന് യൂട്യൂബ് ക്ലാസ് കാണണം. ഓക്കെ. एक दिन वह बहुत भूखा था. दिन भर भटकने पर भी उसे भोजन नहीं मिला. अंत में निराश होकर वह एक गुफा में जाकर बैठ गया. उसने सोचा रात में कोई न कोई जानवर जरूर आएगा. उसको मारकर उसी से अपनी भूख मिटा लूंगा. ऐसा सोचकर वह दिन भर उस गुफा में बैठा रात होने का इंतजार करता रहा. इस അതുവരെ പറഞ്ഞുതരാ. किसी जंगल में एक शेर रहता था. ഏതോ ഒരു കാട്ടില് ഒരു സിംഹം, ഒരു ലയൺ താമസിച്ചിരുന്നു. एक दिन वह भूखा था. एक दिन वह बहुत ഭൂഖാധ. മിസ്സിനെ പോലെ, നിങ്ങളെ പോലെ. ഒരു ദിവസം സിംഹത്തിന് വളരെയധികം വിശപ്പ്, നല്ല വിശപ്പുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പം നല്ല വിശപ്പില്ലേ? മിസ്സിനുണ്ട്, നല്ല വിശപ്പുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാം അല്ലെ? പക്ഷെ സിംഹത്തിന് അതുപോലെ വിശന്ന് വയ്യ, ഭക്ഷണമില്ല. ദിൻ ഭർ ഭടക്കിനെ പർ ഭി ഉസേ ഭോജൻ നഹി മില. അവിടെ ഇവിടെ ഒക്കെ അലഞ്ഞു നടന്നു, പക്ഷെ ഇവിടെയും ഭക്ഷണമില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ പോയാലോ? നമുക്ക് ആര് ഭക്ഷണം തരും? നമുക്ക് ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ, അമ്മ എടുത്തു തരും അല്ലേ? നമ്മുടെ ഭക്ഷണം അവിടെ റെഡിയാണ്, നമ്മൾ പോകേ വേണ്ടു. അമ്മ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സിംഹത്തിന് എന്തില്ല? ഭക്ഷണമില്ല എവിടെയും. അന്തിമേ അവസാനം നിരാശോക്കർ, നിരാശനായിട്ട്, എഡ്വിനെ പോലെ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ടോ? നിരാശനായിട്ട് വഹ് ഏക് ഗുഫാമേൻ ജാകർ ബായിട്ട് ഗയാ. അവൻ എന്താ ചെയ്തത്? ഒരു ഗുഹയുടെ അകത്ത് കയറി ഇരുന്നു. ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിങ്ങിയിരുന്നു. ഇവര് വിശന്നിട്ട് വയ്യാൻ താനോ ഇവിടുന്ന് തൽക്കാലം ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. ഉസ്നെ സോച്ച. അവൻ ആ ഗുഹയ്ക്കകത്ത് എന്താ ചിന്തിച്ചെന്നറിയോ? രാത്രിയില് കോയിനെ കോയി ജാൻവർ ജരൂർ ആയേഗ. ഏതെങ്കിലും ഒരു മൃഗം ഈ ഗുഹയുടെ ഉള്ളിൽ വരാതിരിക്കില്ലല്ലോ. ആരെങ്കിലും ഒരാൾ ഉള്ളിലേക്ക് വരുമല്ല. ഉസ്കോ മാർക്കർ ഉസി സെ അപ്നി ഭൂഖ് മിട്ടാ ലൂങ്ക. അപ്പൊ ആരാണോ വരുന്നത് അതിനെ കൊന്നിട്ട് തിന്നിട്ട് വിശപ്പ് മാറ്റാം. കേട്ടോ? മനസ്സിലായോ? പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ അത്ര വരെ? അപ്പൊ ഗുഹയ്ക്കകത്ത് കയറി ഇങ്ങിരുന്നു. എന്നിട്ട് എന്താ ചിന്തിക്കുന്നത് അവൻ? രാത്രിയായാല് ഏതെങ്കിലും ഒരു മൃഗം ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കും. അപ്പൊ അതിനെ തിന്നിട്ട് വിശപ്പ് അടക്കാന്നാണ് അവൻ കരുതിയത്. സോച്ചുകർ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വഹ് അവൻ ദിൻഭർ ഉസ് ഗുഫാമേ ബൈഠ. ആ ദിവസം മുഴുവനും അവൻ ആ ഗുഹയ്ക്കകത്ത് തങ്ങിയിരുന്നു. രാത് ഹോനേക്ക് ഇന്ദസാർ കർത്തരഹ. രാത്രി പ്രതീക്ഷ നിൽക്കുക ഇവൻ. രാത്രി ആവണ്ടേ ഒന്ന് ആരെങ്കിലും ഒന്ന് ഗുഹയ്ക്കകത്ത് കയറാൻ. അപ്പൊ രാത്രി ആവുന്നത് നോക്കി പാവ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. രാത് മേ ഏക് സിയാർ വഹാമായ. രാത്രിയിൽ ആര് വന്നു ഗുഹയുടെ അടുത്തേക്ക്? സിയാർ. ആരാത്? ഫോക്സ്. ആരാണ്? ഫോക്സ്, കുറുക്കൻ. उसने अपनी गुफा के बाहर शेर के पैरों के निशान देखे. അവൻ തന്റെ ഗുഹയുടെ പുറത്ത് സിംഹത്തിന്റെ കാലടയാളം കണ്ടു. കണ്ടോ? ചിത്രത്തിൽ നിന്ന് കണ്ടോ? നിങ്ങളെ പിക്ചർ നോക്കിയേ, ഇങ്ങനെ നോക്കുന്നുണ്ടാ? കാലടയാളം കണ്ടു. എന്നിട്ടോ
वह समझ गया कि शेर गुफा में गया तो है. അവൻ മനസ്സിലാക്കി ആര് ഗുഹയ്ക്കുള്ളിലുണ്ട്? സിംഹം. പക്ഷേ ബാഹർ നഹി മായാ ഹെ, തിരിച്ച് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ആരുണ്ട് അപ്പൊ ഉള്ളില്? സിംഹം ഉണ്ടല്ലേ. वह अच्छी तरह समझ गया कि गुफा के अंदर बैठा शेर उसका शिकार करना चाहता है. അവൻ നല്ല പോലെ മനസ്സിലാക്കി കുറുക്കൻ എന്താ, ഗുഹയ്ക്കുള്ളിൽ നിന്ന് സിംഹം എന്നെ കൊല്ലും. ഞാൻ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിച്ചാല് എന്നെ ആര് കൊല്ലും? സിംഹം കൊല്ലും അല്ലെ. സിംഹം ഉണ്ട് ഉള്ളില്. കാരണം ഉള്ളിലോട്ട് പോയ കാലിന്റെ അടയാളം ഗുഹയ്ക്ക് പുറത്ത് കാണുന്നുണ്ട് അല്ലെ. തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളം ഉണ്ടാവൂലേ? ബുദ്ധി ഉണ്ടല്ലേ. തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളം വന്നിട്ട് ഉണ്ടാവും. പക്ഷെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടാണ് കുറുക്കൻ മനസ്സിലാക്കിയത് എന്ത്, സിംഹം ഗുഹയ്ക്കകത്ത് പമ്മി ഇരിപ്പുണ്ട്. ഒളിച്ചും പൊത്തും കളിക്കുന്നത് പോലെ. ഒളിച്ചും പൊത്തും കളിക്കാൻ അറിയോ? ഒളിച്ചും പൊത്തും കളിക്കാറുണ്ട്. സാറ്റ് സാറ്റിനെ കുറിച്ച് അറിയോ നിങ്ങക്ക്? അറിയാം അല്ലേ. എടിപ്പോ ഒരു ഒളിച്ചും പൊത്താണ് ഇപ്പൊ നടക്കുന്നല്ലേ. നോക്കാം നമുക്ക് നെക്സ്റ്റ് പേജില്. സിയാർ ചതുർധ, നല്ല സാമർത്ഥ്യക്കാരനാണ് ആര്? കുറുക്കൻ. നിങ്ങളെ പോലെ ഒന്നല്ല, നല്ല സാമർത്ഥ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. ഉസ്നെ തുരന്ത് ഏക് ഉപായ് സൂച, അവൻ പെട്ടെന്നൊരു ഉപായം, ഒരു കെണി ഒപ്പിച്ചു. എന്താണ്? ഗുഫാ കെ ദർവാസെ പർ ജാകർ ഉസ്നെ ആവാസ് ലഗായി, ഗുഹയുടെ ഡോറിന്റെ അടുത്ത് വന്നിട്ട് അവൻ ഉറക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓ മേരി ഗുഫ തും ആജ് ചുപ്പ് ക്യോം ഹോ. അവനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓ മേരി ഗുഫ തും ആജ് ചുപ്പ് ക്യോം ഹോ. ഓ എന്റെ ഗുഹയാണ്, ആരാണകത്ത് മിണ്ടാതിരിക്കുന്നത്? रोज जब भी मैं बाहर से आता हूँ तो तुम बोलती हो, आज तुम क्यों नहीं बोल रही? ഞാൻ പുറത്തുണ്ട്, ആരാണെന്ന് ഉറക്കെ പറയൂ. गुफा के अंदर बैठे शेर ने सोचा है कि संभव है गुफा रोज बोलती है. ഈ ഗുഹയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോ അതിന്റെ എക്കോ കേൾക്കില്ലേ? അപ്പൊ ഇവിടെ ഈ കുറുക്കൻ അങ്ങനെ പറഞ്ഞപ്പോഴ് സിംഹം വിചാരിച്ച എന്താന്നറിയോ? ഈ ഗുഹ സംസാരിക്കുന്ന ഗുഹയാണ്. ഗുഫ രോസ് ബോൽത്തി ഹോ, ഗുഹയാണ് സംസാരിക്കുന്നത് എന്നാ വിചാരിച്ചത്. മണ്ടൻ, മരമണ്ടൻ അല്ലേ. നമുക്ക് എന്താ വിളിക്കാം സിംഹത്തിന്? മരമണ്ടൻ. മഗർ ആജ് മേരെ ഡർ സേ മൗൻ ഹേ ഇസ്ലിയേ मैं ही से आवाज देकर बुलाता हूं. ഞാനിവിടെ മിണ്ടാതിരുന്നോണ്ട് എന്നെ ഗുഹ ഉറക്കെ വിളിക്കുന്നതാന്ന് തോന്നുന്നുണ്ട്. ഐസാ സോച്ച്കർ ഷേർ ने सिया को आवाज लगाते हुए कहा. അപ്പോ അത് ചിന്തിച്ച ഉടനെ സിംഹം ഉടനെ മറുപടി കൊടുത്തെന്താണെന്നറിയോ? ആ ജാവോ മേ അന്തർ ആ ജാവോ, ഉള്ളിലേക്ക് വരൂ, ധൈര്യമുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വരൂ. शेर की आवाज सुनते ही सियार समझ गया कि शेर गुफा के अंदर ही मौजूद है. അപ്പൊ മറുപടി കേട്ടപ്പോ കുറുക്കനെ ഉറപ്പിക്കാലോ ആര് ഉള്ളിലുണ്ട്? സിംഹം. സിംഹം പറഞ്ഞില്ലേ ഉള്ളിലേക്ക് വന്നോന്നല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചു. അപ്പൊ പിന്നെ കുറുക്കന് പിന്നെ ഉള്ളിലേക്ക് പോവാൻ പറ്റുവാ? അവന്റെ സൂത്രല്ലേ ഇത്. അവന് മനസ്സിലായി ഗുഫാക്ക് അന്തർ കീ മൗജൂദ് ഹേ, കേവിന്റെ ഉള്ളില് ഗുഹയ്ക്കകത്ത് ആരുണ്ട്? ഷേർ, ലയൺ അല്ലേ. ചതുർ സിയാർ അപ്നെ പ്രാൺ ബചാകർ വഹാം സേ ഭാഗ് ഗയാ. പിന്നാടെ നിൽക്കുവാ കുറുക്കൻ. കുറുക്കൻ എവിടെ പോയി? ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ബഹുത്ത് ദേർ തക്ക്, കുറേ സമയം
ജബ് കോയി ഗുഫ കെ അന്തർ നഹീ മായ. ഉള്ളിൽ ഇങ്ങനെ സിംഹി ഇങ്ങനെ കാത്തു നിൽക്കലേന്ന് ആരെങ്കിലും വരുന്നോ നോക്കിയിട്ട്. ആരും അകത്തേക്ക് പ്രവേശിച്ചില്ല. ഷേർ ബാഹറായ. ആരെയും കാണാത്തപ്പോ അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നു. വഹാ കിസി കോ ന ദേഖ്കർ ഷേർ കോ അപ്നി മൂർഖതാ പർ ബഹുത് പശ്ചാത്താപ് ഹുവ. അവിടെ ആരും കാണാത്തപ്പോഴാണ് അവന് തന്റെ വിഡ്ഢിത്തം മനസ്സിലായത്, തന്റെ മണ്ടത്തരം മനസ്സിലായത്. എന്താ മണ്ടത്തരം? അവൻ പറയുമ്പോ മറുപടി പറഞ്ഞില്ലേ? മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിലോ, ആ കുറുക്കൻ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കില് കുറുക്കനെ അവന് തിന്നാമായിരുന്നു. അവൻ പറയുമ്പോ അതിനെടുത്ത് ചാടി മറുപടി പറഞ്ഞത് കൊണ്ടാണ് അവന്റെ ആഹാരം നഷ്ടപ്പെട്ടത്. അപ്പൊ മണ്ടത്തരം മനസ്സിലായ? കുറുക്കന്റെ ബുദ്ധി മനസ്സിലായ? അപ്പൊ ഈ കഥ കേട്ടിട്ട് നിങ്ങൾ എന്താ പഠിക്കുക ഈ കഥയിൽ നിന്ന്? ബുദ്ധിയിലൂടെ നമുക്ക് എന്ത് വിഷമത്തിലൂടെയും വിജയത്തിലെത്താൻ പറ്റും. ബുദ്ധി പ്രയോഗിക്കണം. വെറുതെ നിന്നാ പോരാ, മണ്ടനായി പോയാ പോരാ, ബുദ്ധി പ്രയോഗിക്കണം. ബുദ്ധി വേണ്ടേ? ബുദ്ധിയിലൂടെ മാത്രം നമുക്ക് എവിടെയും എത്തിച്ചേരാൻ പറ്റൂ. കേട്ടിനല്ലോ? കഥ ഇഷ്ടപ്പെട്ടോ? വിശന്നിട്ട് വയ്യ. അപ്പോഴാണ് മിസ്സിന്റെ ഒരു ഹിന്ദിയിൽ ഒരു കഥയും കൊണ്ട് വന്നത് അല്ലേ? അങ്ങനെയൊക്കെ തോന്നുന്നു. എനിക്ക് കുഞ്ഞു മക്കളെ മുഖം കാണുമ്പോ ഇങ്ങനെ സങ്കടം വരുന്നു. ആർക്കാണ് ക്ലാസ് കട്ടായത്? ആസിയാണോ? എല്ലാവർക്കും കട്ടായി. ഒരു കാര്യം ചെയ്, ലിങ്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടല്ലേ, അപ്പൊ ഒന്ന് യൂട്യൂബിൽ ക്ലാസ് കാണട്ടോ. മിസ്സിനെ കാണുന്നില്ലേ? മിസ്സിനെ കാണുന്നില്ല? എനിക്ക് കാണാം. എന്റെടാ മിസ് ഇത്രയും വലുതായിട്ട് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾക്ക് കാണുന്നില്ലേ? ആർക്കാ മിസ്സിനെ കാണാത്തെ? ഏതാ മിസ്? ഹായ്, കണ്ടില്ലേ മിസ്സിനെ? ഓക്കെ, കാണുന്നുണ്ട് അല്ലേ? ഹായ്. അപ്പൊ നമുക്കൊന്ന് വായിച്ചാലോ അത്? മിസ് വായിച്ചുതരാം, അതുപോലെ നിങ്ങൾ അവിടെ ഇരുന്നൊന്ന് ഉറക്കെ വായിക്കണം. മിസ് വായിക്കും, മിസ് ഓരോന്നായിട്ട് വായിച്ചു തരും, മക്കൾ അവിടെ നിന്ന് വായിക്കണം. ഉറപ്പല്ലേ? റെഡി അല്ലേ നിങ്ങളെ? ആര് റെഡി? യെസ്. ഒന്ന് ഉഷാറോടെ പറഞ്ഞേ, വിശപ്പെല്ലാം അങ്ങ് പോയി. യെസ്. എഡ്വിൻ പറഞ്ഞേ യെസ്. ഓക്കെ ഓക്കെ, മിസ് പറഞ്ഞതാ. മിസ് വായിക്കുന്നത് പോലെ വായിക്കണേ. ബോൽത്തി ഗുഫ. വായിക്കുന്നുണ്ടോ? എല്ലാരും വായിച്ചേ. ബോൽത്തി ഗുഫ. ബോൽത്തി ഗുഹ. എല്ലാരും ഒരുപോലെ വായിക്കണേ. किसी जंगल में एक शेर रहता था। एक दिन वह बहुत भूखा था। दिन भर भटकने पर മിസ്സിന്റെ മുഖത്താണുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നോക്കി എല്ലാവരും. ടെക്സ്റ്റ് ബുക്കിലെ വരികൾ നോക്ക്. भी उसे भोजन नहीं मिला. ആരാ വേറെ സംസാരിക്കുന്നേ?
റേഞ്ച് കട്ടായി പോകുന്ന മക്കളൊക്കെ പിന്നീട് നിങ്ങളെ വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട്. अंत में निराश होकर वह एक गुफा में जाकर बैठ गया। उसने सोचा എവിടെ എത്തിന്ന് എല്ലാരും കണ്ടുപിടിച്ചേ. എല്ലാരും ഒന്ന് കണ്ടുപിടിച്ചേ എവിടെ എത്തിന്ന്. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് വരും നിങ്ങളോട് എവിടെ എത്തിന്ന് ഞാൻ ചോദിക്കും. എവിടെ എത്തിന്ന് മനസ്സിലായോ? उसने सोचा रात में कोई न कोई जानवर जरूर यहाँ आएगा। उसको उसी से अपनी भूख मिटा लूंगा। ഒരു പാരഗ്രാഫ് വായിക്കേണ്ടത് എങ്ങനെയാ മനസ്സിലായോ? കുറച്ച് ടഫാണ്, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ ഓൺലൈനിലായാലും ഒന്ന് വായിപ്പിച്ചത്. മക്കൾക്ക് വായിക്കാൻ കിട്ടണ്ടേ വീട്ടിന്ന്? മിസ് ഇപ്പൊ ക്ലാസ്സും കഴിഞ്ഞ് പോയ മക്കള് വായിക്കണ്ടേ വീട്ടിന്ന്? എല്ലാരും വായിക്കില്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെയെങ്കിലും വായിച്ചു തന്നത്. അപ്പൊ കിട്ടാത്ത വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചല്ലോ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആരാ അതൊന്ന് വായിച്ചു തരാ മിസ്സിനോറൊക്കെ? ആരാണ്? ആസിയാണോ? വായിച്ചോളൂ ആസിയ കുട്ടി. जंगल में एक शोर रहती था. ഷോർ അല്ല മോളെ, ഷേർ. ഷോർ എന്ന് പറഞ്ഞാല് സൗണ്ട്, ഷേർ എന്ന് പറഞ്ഞാല് ലയർ. एक शेर रहती था. एक दिन वह बहुत भूखा था. दिन भर भटकने पर भी उसे भोजन यहाँ मिला. अंत में निचार होकर वह एक गुफा में जाकर बैठ गया. उसने सोचा रात में कोई न कोई जानवर यहाँ आएगा.
आएगा उसको मारकर उसी से अपनी गोद മിട്ടാ ലൂങ്ക. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ആസിയ കുട്ടിക്ക്. നന്നായിട്ട് വായിച്ചു അവള്. മിടുക്കി കുട്ടി. ഒന്ന് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ മക്കളെ. ഇനി ആരാ വായിക്കുന്നേ? ആരാണ് ഞാൻ? അലൻ മാത്യു ആണോ? ഏഞ്ചൽ. വായിച്ചോളൂ ഏഞ്ചൽ. ഫസ്റ്റ് പാരഗ്രാഫ്. किसी जंगल में एक शेर रहता था। एक दिन वह बहुत भूखा था। दिन भर भटकने पर भी उसे भोजन नहीं मिला। अंत में निराश होकर वह एक गुफा में जाकर बैठ गया। उसने सोचा रात में कोई जानवर जरूर कोई जानवर